അമ്മ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു ടോപ്പിക് റീം പറഞ്ഞു മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ടാണ്. എനിക്ക് മൈക്രോ പ്ലാസ്റ്റിക് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മൈക്രോ പ്ലാസ്റ്റിക് നമുക്ക് ചുറ്റും ഉള്ള ഒരു ഇതാണെന്ന് അവളോട് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു ചുറ്റുമുള്ളതോ എവിടെ, നീ മാഗി കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ മാഗി കഴിക്കാറുണ്ട്, മാഗിയിൽ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു മൈക്രോ പ്ലാസ്റ്റിക് മാഗിയിലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ മൈക്രോ പ്ലാസ്റ്റിക് അങ്ങനെ കാണില്ല, അത് നാനോ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്ട് നല്ല ഒരു ടോപ്പിക് ആണ്, അത് നല്ല റെലവെന്റ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണ്. അപ്പൊ അതന്നെ ചെയ്യാം എന്നുള്ളത് അവരങ്ങനെ സമ്മതിച്ചു. ദിവസവും റീം ഓരോരോ കാര്യങ്ങൾ അവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇത് ചെയ്യും, പ്രൊജക്ടിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഇന്നലെ ഇരുന്ന് പോസ്റ്ററുകൾ തയ്യാറാക്കല്, റീം അവിടെ വേറെ കാര്യങ്ങൾ ചെയ്യണം. ഒരു 10-11 മണി വരെ ഇവര് തമ്മിൽ മെസ്സേജുകൾ അയക്കണു, വിളിക്കണു. അങ്ങനെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട്, റീമിന്റെ ഉമ്മയും നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവര് ചെയ്യുന്നു. അപ്പൊ ഇന്ന് ക്യാമ്പയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് മുന്നേ ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തനിയെ വിടാൻ പരിചയമില്ല. ഞാൻ റീമിനെ എനിക്ക് അറിയാം, പക്ഷേ വീട് ഫ്രണ്ട്സ് അങ്ങനെ അവിടെ ഉമ്മ എനിക്ക് അറിയില്ല, കണ്ടിട്ടില്ല. അപ്പൊ തനിയെ വിടാൻ എനിക്ക് ധൈര്യമില്ല. അപ്പൊ ഞാൻ കൂടെ വരുന്ന ഒരു ടൈം ആണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അല്ല ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോയിക്കോട്ടെ, അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സമ്മതിച്ചില്ല. പിന്നെ ഡോക്ടറെ ഇന്റർവ്യൂ റീം തന്നെ ചെയ്യാം. അപ്പൊ അവള് വേറെ ആശാ വർക്കറെ ഇന്റർവ്യൂ ചെയ്യണം, അത് മോൾ അവിടുന്ന് വീടിന്റെ അവിടുന്ന് ചെയ്തു. അങ്ങനെ അപ്പൊ ഇന്ന് ക്യാമ്പയിൻ പറഞ്ഞു, ഇങ്ങനെ 4:30-ക്കാണ് കൊണ്ടുപോയി ചോദിച്ചു. തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞു. പക്ഷെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും ഞാൻ ഇത്രയും വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വിചാരിച്ചില്ല. ഇങ്ങനെ റെസിഡൻസ് അസോസിയേഷൻ അതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പൊ റീമിന്റെ വീട്ടിൽ ഞങ്ങൾ 2:30-ക്ക് എത്തിയതാണ്. അവരതിനുള്ള പ്രാക്ടീസുകൾ ചെയ്തു. ഇതിലെല്ലാവരും തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. അതുപോലെ തന്നെ ഇതിന് സഹകരിച്ച ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനോട്, ഹലോ റെസിഡൻസ് അസോസിയേഷനോടും അതിന്റെ ഭാരവാഹികളോടും 1000 നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റീമിന് പ്രത്യേക നന്ദി, ഇതിന് ചേർത്തതിന്, കൂടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.